ஒரு கலவரமே நடக்குது வெளில. ஆனால் நான் இங்கே உள்ள வந்து கதை அடிச்சிட்ருக்கேன். പോയി മലിയായി മറന്ന് പോയ മാതിരിയായി. ഒന്നുമില്ല, വെറുതെ ഒരു സന്തോഷത്തിന് ഒരു മനസ്സുഖം. ആരും മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല, ഞാൻ പറയുന്നത് മാത്രമാണ് കറക്റ്റ്. പപ്പയ്ക്ക് ഇതൊക്കെ കേട്ട് സഹിക്കണില്ല, കുറച്ച് കുശിബ, പക്ഷെ അത് പറയില്ല കേട്ടാ. മഴയുണ്ട്, ചെളിയുണ്ട്, പിളിയുണ്ട്, എല്ലാം ഉണ്ട്. അതിനിടയ്ക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ മാരേജ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. പിന്നെ പറയാലോ, എപ്പോ വേണേ ഇപ്പൊ പറയാം, കുഴപ്പമില്ല. உங்களுக்கே மாற தெரியல, நீங்க வந்து பேசக்கூடாது. Wow, it's sunny. ഞങ്ങളിപ്പം എൻ്റെ കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻറ്റീയുടെ മോളുടെ കല്യാണത്തിന് പോവുകയാണേ. കല്യാണം എന്ന് പറഞ്ഞാൽ അന്ന് ശനിയാഴ്ചയായിരുന്നു. ഇപ്പം ഞങ്ങൾ പോകുന്നത് ശനിയാഴ്ചയാണ്, വൈകുന്നേരം റിസപ്ഷൻ, പിന്നെ നാളെ ഞായറാഴ്ച രാവിലെ കല്യാണം. അപ്പോൾ കല്യാണപ്പെണ്ണ് മുകളിലാന്ന് പറഞ്ഞേ, മുകളിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു എൻ്റെ ആൻറ്റി. അപ്പോൾ ശരി, അപ്പോൾ ആൻറ്റിയുടെ കൂടെ ഞാനും അജോലയും കൂടി മുകളിലേക്ക് കയറി പോകണം മേക്കപ്പ് ചെയ്യണ റൂമിലോട്ടേ. ஒரு கலவரமே நடக்குது வெளில. ஆனால் நான் இங்கே உள்ள வந்து கதை அடிச்சிட்ருக்கேன். யாரோட? கேமராவோட. எனிவேஸ், வெளில என்ன நடக்குதுன்னு பார்த்துட்டு வரலாம். അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് ഫസ്റ്റ് ഞാൻ കഴിക്കാനായിട്ട് എടുത്താണേ. വളരെ കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുള്ളൂ. അജോല, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ടെന്ന് പറയേ. അജോല ഇപ്പോൾ കഴിക്കണേലും ബിസിയാണ്, അത് കാരണം ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. ഇപ്പോൾ അജോലയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൾ ബിസി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അന്ന് ശരി, ആക്ഷൻ കാണിച്ചാൽ മതി. എങ്ങനെയുണ്ടെന്ന്? സൂപ്പർ. റിസോർട്ട് എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് റിസോർട്ടിലെ ജീവിതം എങ്ങനെയുണ്ട്? வந்து 1 மணி நேரம் கூட ஆகல. ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോയിട്ടോ, ശരിക്കും പറഞ്ഞ അവിടെ എത്തിയപ്പോ. എന്നെ വീഡിയോ എടുക്കാം. അപ്പം ഞങ്ങളിവിടെ എൻ്റെ ഒരു അനീത്തിയുടെ കല്യാണത്തിന് വന്നിരിക്കുകയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാറിൽ വന്നുകൊണ്ടിരിക്കും. ഞാൻ കുറച്ചേരൊക്കെ ഉറങ്ങി. എന്താ പറയുക, റെഡി ആയി വരുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവർ രണ്ടുപേരും റെഡിയാക്കണ്ടേ ഞാൻ അജോലേനെ. അപ്പോൾ എൻ്റെ കാജലൊക്കെ പോയി കേട്ടോ. അപ്പം ആകെ ഞാൻ ഇട്ടിട്ടത് കാജലും ലിപ്സ്റ്റിക്കും. അത് ഈ അവസരത്തിൽ ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആകെ ഇട്ടുള്ളത് കാജലും ലിപ്സ്റ്റിക്കും മാത്രമായിരുന്നു. അത് ഞാൻ കാറിൽ നിന്ന് ഉറങ്ങി ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത്, പിന്നെ ട്രാഫിക്കും മഴയൊക്കെ കാരണം അതൊക്കെ പോയി. ഇപ്പം ലൈറ്റായിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം നന്നായിട്ടുണ്ട്, ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടല്ല, അപ്പം കഴിച്ചുകൊണ്ടിരിക്കണം, നന്നായിട്ടുണ്ട്. ഇനിയും കുറച്ച് ഐറ്റംസ് ഒക്കെ കൂടെ വാങ്ങിക്കാണ്ട്. അപ്പം ഞാൻ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അത് കാരണം പിന്നെ എന്താണെന്ന് വെച്ചാൽ കാല് വന്നിരുമ്പോൾ പിന്നെ അജോല അവളെ സ്റ്റിക്കർ വെട്ട് കഴിയുമ്പോൾ കുറച്ച് ബിസി ആയിരുന്നു അവള്. അപ്പം ഇപ്പോൾ പാട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, കോപ്പറേറ്റ് വരുമെന്ന് എനിക്കറിയില്ല. അപ്പം പാട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾ സ്റ്റിക്കർ വെട്ടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ മഴ, പിന്നെ ഇരുട്ട്, പിന്നെ ഞങ്ങൾ വരുന്ന ഓൾറെഡി ലേറ്റ് ആയി മതിയായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഞങ്ങൾ വേഗം എത്തിയെന്ന്. ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായില്ല. എന്താണെന്ന് വെച്ചാൽ അനിയത്തി വന്നിട്ട് കല്യാണപ്പെണ്ണ ഡ്രസ്സ് മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഫസ്റ്റ് അവർ എന്താ പറയുക, വേറെ ഒരു സാരി എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റിസപ്ഷൻ സാരി എടുക്കണം, മേക്കപ്പിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ വരുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ എത്തിയത് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നതിന് ശേഷമാണ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് വീണ്ടും സ്റ്റേജിലോട്ട് വന്നത്. പിന്നെ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെയാണ്, അത് കാരണം കുറച്ച് ശരിയല്ല. എന്താ പറയുക, മഴയില്ലെങ്കിൽ ഇനി നന്നായാണ്. പിന്നെ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. പിന്നെ അങ്ങനെയാണ്. അപ്പം കാറിൽ വരുമ്പോൾ അജോല സ്റ്റിക്കർ വെട്ടലും കാര്യങ്ങളും അവളുടെ സ്കൂളിൻ്റെ വർക്ക് അവൾ കാറിൽ നിന്ന് ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണേ. അപ്പം അത് കാരണം അവൾക്ക് ഇതൊന്നും വീട്ടിൽ ചെയ്യാൻ സമയം കിട്ടില്ല, കാറിലിരുന്ന് ഞാൻ ചെയ്യണ്ടായിരുന്നു. അപ്പം കാരണം ഞാൻ അപ്പൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, മനസ്സിലാദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നടന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴും അത്ര
എന്താ പറയുക എടുക്കാനുള്ള പറ്റിയില്ല. അതിന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി മറന്ന് പോയ മാതിരിയായി. എന്നിട്ട് ഇപ്പോഴാണ് എടുത്തത്. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഞാൻ കഴിക്കട്ടെ, എന്നിട്ട് പിന്നെ പറയാം. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞത് എനിക്കപ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം രാജോലായിട്ട് ചെറിയൊരു ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കണം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഒരു പ്ലേറ്റ് എടുത്തായിരുന്നു. അത് ഞാൻ കാണിച്ചായിരുന്നു. എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം അടുത്ത പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടെ എന്താ എടുത്തതെന്ന്. അപ്പം എല്ലാം നന്നായിട്ടുണ്ട്. ഫുഡൊക്കെ പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം എനിക്കെല്ലാം ഇഷ്ടമായി. പിന്നെ എൻ്റെ കൈ അപ്പം സാരിയൊക്കെ എടുത്ത് ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയിലാണ്. മഴയുണ്ട്, ചെളിയുണ്ട്, പിളിയുണ്ട്, എല്ലാം ഉണ്ട്. അതിനിടയ്ക്കാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പിന്നെ അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് എന്തെങ്കിലും അടുക്കുവാണെങ്കിൽ അത് കാണിക്കട്ടാ. ഒന്നുമില്ല, വെറുതെ ഒരു സന്തോഷത്തിന് ഒരു മനസ്സുഖം. ഇത്രയും നേരം എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സംസാരമൊക്കെ കണ്ടപ്പം ഇവിടെ പാട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് നോക്കിയപ്പം പാട്ടൊക്കെ സ്റ്റോപ്പായി. അപ്പം ഞാൻ ഇത്രയും നേരം സംസാരിച്ച് വെറുതെ ആയോ എന്ന് എനിക്ക് സംശയമായി. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എന്നെ മാത്രം തനിയാക്കിയിട്ട് എല്ലാവരും പോയി. അവരെവിടേക്കാണ് പോയിന്ന് വെച്ചാൽ ഡെസേർട്ട് കഴിക്കാൻ പോയി ഗൈസ്. അപ്പം അല്ല ഞാൻ വരണം, അമ്മ വരണം, അങ്ങനെയൊന്നുമില്ല. അവരവരുടെ കഴിക്കൽ കഴിഞ്ഞു, അവർ പോയി എസ്കേപ്പ്. അങ്ങനെ ഇപ്പം ഞാൻ തന്നെയോടെ ഇരിക്കുകയാണ്. പിന്നെ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല, വയറ് നിറഞ്ഞു. ഈ ഡെസേർട്ട് ഞാനിങ്ങനെ ഇങ്ങനെ കഴിക്കാമെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ കൈ കഴുകാനൊക്കെ തന്നെ പോകണം. അതാണ് ഒരു പ്രശ്നം. എല്ലാവരും പോയി. പിന്നെ ഇവിടെ മഴ വേറെ പെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ ഞാൻ അവരെ നോക്കിയിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ശരി പറയാ. ശരി, നീ ഭക്ഷണം കഴിച്ചിട്ട് പറയാത്തോണ്ട് എങ്ങനെയുണ്ട് ഭക്ഷണത്തിന്റെ അഭിപ്രായം? സൂപ്പറായിട്ട് നന്നായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആപ്പിൾ ജലേബി എങ്ങനെയുണ്ട്? ഡെസേർട്ട് എങ്ങനെയുണ്ട്? ஆப்பிள் ஜிலேபிலாம் இல்லை, இது பழம்பொரி. பழம்பொரியில் சக்கரை பாகு போட்டிருக்காங்க. பழம்பொரியில் சக்கரை பாகு போட்டிருக்காங்கம்மா. അതെയാ? അതില്ല ജോലി. പിന്നെ നീ പറഞ്ഞല്ലോ നീ ഇതില് എല്ലാം ട്രൈ ചെയ്തോ ഫുഡില്? എന്തൊക്കെ കഴിച്ചു നീ? എന്തൊക്കെ കഴിച്ചു? விரதத்தில் இருக்கும். അജോരി ഒരുവിധം എല്ലാം ട്രൈ ചെയ്തു. അവനെല്ലാം ഇഷ്ടമായി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ കഴിക്കുന്ന ഇതെങ്ങനെയുണ്ട്? This is nice. ആപ്പിൾ ജിലേബിയും ഐസ്ക്രീമും. ഉറക്കെ പറയും. പഴംപൊരി. അജോല പറയണത് പഴംപൊരി എന്ന് പറയുന്നത്. ആപ്പിൾ ജിലേബി നന്നായിട്ടുണ്ടോ? ശരി, അപ്പം ഞാൻ അവിടെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കഴിച്ചിട്ട് പറയാം, ഡെസേർട്ട് കഴിച്ചിട്ട് പറയാം എങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പം ആരും മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് മാത്രമാണ് കറക്റ്റ്. അവരോടൊക്കെ വെറുതെ അഭിപ്രായം ചോദിക്കുക, അതൊന്നും ശരിയല്ല. ഇത് ആപ്പിൾ ജിലേബിയുടെ മുകളിൽ ഐസ്ക്രീം ഇട്ടതാണേ. അപ്പം ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആപ്പിൾ ജിലേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആപ്പിൾ ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ടെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം അതും ഐസ്ക്രീമും നല്ല കോമ്പിനേഷനാണ്. എന്നെ കാട്ടാതിന്ന சொன்னா this is privacy violation. This is called privacy violation. നീ കാട്ടെന്ന് പറഞ്ഞാൽ അപ്പം കാണിക്കുമോ? നീ കാണിക്കുന്നു പറഞ്ഞാൽ ഞാൻ കാണിക്കില്ല. വാങ്ങിക്കോ. അപ്പം അന്ന് ഇടയ്ക്ക് എന്താ പറയുക വിട്ട് മഴ പെയ്യും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോഴും ഭയങ്കര ട്രാഫിക്കും റോട്ടിലൊക്കെ കുറച്ച് വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
അല്ല ഒരു മൂഡുണ്ടായില്ല എന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെ ഈ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷേ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ പിന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷനും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ റിസപ്ഷൻ സാരിയും മേക്കപ്പും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഭക്ഷണം പിന്നെ പറയണ്ടല്ലോ, പിന്നെ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഐറ്റംസും ഒന്നും കഴിക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ. പിന്നെ ആപ്പിൾ ജലേബിയും ഐസ്ക്രീം നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഭക്ഷണത്തിന് ഇത് വെച്ചാൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, കുറേ കാണുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരിക്കുമല്ലോ. പിന്നെ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ സമാധാനത്തിലിരുന്ന് കഴിക്കാം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ. ഇതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അല്ലാതെ പ്രത്യേകം പറയണത് നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ. പിന്നെ പല ഐറ്റംസും പല ഇത് വന്നിട്ട് പിന്നെ ആണായാലും ദോശയായാലും പിന്നെ എന്താ ആപ്പിൾ ജലേബി ഒക്കെ അപ്പനെ കുക്ക് ചെയ്ത് കൊടുക്കണ മരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ചൂട്ടോടെ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ. പിന്നെ സാമ്പാർ സാദം, തൈര് സാദം, ദോശ, പിന്നെ ദോശയ്ക്ക് പല ചട്നികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഇയാൾ പൊടിദോശയാണ് ഉണ്ടാക്കി കൊടുക്കണതേ. അപ്പോൾ എനിക്ക് അറിയണ്ടല്ലേ പൊടിദോശയാണെന്ന് അറിയില്ല, ദോശയാണെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെയാണ് മനസ്സിലായത് പൊടിദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷെ എന്താ ചെയ്യുക, വയറ് ഇപ്പോൾ ഫുള്ളായിരുന്നു, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു 6 മണി 7 മണിക്കൊക്കെയാണ് അത് കഴിക്കുന്നതെങ്കിൽ പിന്നെ 10 മണി 11 മണിയാകുമ്പോൾ വീണ്ടും കഴിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോയ സമയം തന്നെ 10-10:30 ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. ആ സമയത്ത് കഴിച്ചിട്ട് പിന്നെ എല്ലാം ക്ലോസ് ചെയ്തെല്ലാം എടുത്ത് വയ്ക്കില്ല. പിന്നെ നമുക്ക് വീണ്ടും കഴിക്കാനുള്ള രാത്രി പിന്നെ കഴിക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ കഴിച്ചാനേട്ടാ ഞാൻ അങ്ങനെ. പിന്നെ മാത്രമല്ല ഉരുളക്കിഴങ്ങ് ഉപ്പേരി, അത് സാമ്പാർ സാധനത്തിന് കൂടെ കഴിക്കാൻ ഉരുളക്കിഴങ്ങ് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തൈര് സാധനം, പിന്നെ അച്ചാരം, വൈറ്റ് റൈസ്, പിന്നെ വൈറ്റ് റൈസിൻ്റെ കൂടെ രസമോ പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കെന്നെ അറിയില്ല കേട്ടോ ശരിക്കും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒന്ന്. ഞാൻ പോയി നോക്കിയില്ലേ, ഇതെൻ്റെ ഹസ്ബൻഡാണ് പോയി വീഡിയോ എടുത്തത്. ഞാൻ അവിടെ ആ സമയത്ത് അവിടെ ആപ്പിൾ ജലേബി ചിലവണ്ട് വർത്താനം, ആ ചിലവരുടെ കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. உங்கள் சின்ன சிஸ்டர்னா சித்தி தானே, பெரியவங்கன்னா அத்தை இல்லையா? அப்பாவோட சின்ன பிரதர் சித்தப்பா, பெரியவங்க வந்து பெரியப்பா, பெரிய அக்கா வந்து அத்தை, சின்ன சித்தியா. அது என்னது கரெக்டா? எல்லா சிஸ்டரும் அத்தை. அண்ணன் வந்து உனக்கு பெரியப்பா, அதெல்லாம் எனக்கு தெரியும். சித்தி அத்தை மட்டும் தான் நமக்கு. சித்தி வந்து எப்படின்னா அம்மா கூட பிறக்கிறாங்க இல்லையா, அம்மா கூட பிறக்கிற தங்கச்சி சித்தி. அம்மாவோட பிறக்கலனா சித்தினா சித்தி தான் கிடையாது, சிஸ்டர் கிடையாது. அது நீங்க அம்மா சிஸ்டர் தான், கசின் தான் கிடையாது, சிஸ்டர் கிடையாது. அத்தை பொண்ணு வந்து சிஸ்டர் கிடையாது. கேரளால எல்லாமே அப்படி இருந்தால் நீங்கள் இதே பண்ண முடியாது. சிஸ்டர் தான். சிஸ்டர் தான். பாபினா அண்ணியா? அது யார் கிரியேட் பண்ணா? ബാബി. ചിത്തപ്പ എന്നെ വിളിച്ചത് ബാബിന്ന്, നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അതാ എന്നെ വിളിച്ചതാ, വന്ന് തിരിച്ചു വിളിച്ചു. அது எப்படி தெரியல, நீங்க வந்து சோஷனம்மாவை அம்மா அம்மான்னு கூப்பிட்டு நாங்களும் அம்மா அம்மான்னு கூப்பிடணும். അമ്മാന്ന് വിളിക്കണം. പിന്നെ ഞാൻ அப்பா உங்களை பொண்ணு பொண்ணுன்னு கூப்பிட்டு நாங்களும் பொண்ணுன்னு கூப்பிட ஆரம்பிச்சோம். எல்லாம் இவனால தான். പിന്നെ ആന്റി അങ്കിള് ആന്റി பப்பி யாரு கண்டுபிடிச்சா? தாத்தாவை பப்பின்னு கூப்பிடுறது இல்ல, எனக்கு புரியல. அவன் சொல்றதெல்லாம் நான் சொல்லிடுவேனா? അങ്ങനെ എല്ലാവരും ഫോളോ ചെയ്യും. അതല്ല എന്താ പറയാ പിന്നെ ഞങ്ങളതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ മലയാളീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹസ്ബൻഡ് എന്ത് വിളിക്കുന്നു അതാണ് ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സിനെ വിളിക്കുക. ഹസ്ബൻഡ് ചേട്ടനെ ചേട്ടൻ വിളിക്കുക, ഹസ്ബൻഡിൻ്റെ ഏട്ടത്തിയമ്മേനെ ഏട്ടത്തിയമ്മ എന്ന് പറയും, അങ്ങനെ പറയും. ഹസ്ബൻഡിൻ്റെ അനിയൻ എന്ത് പറയും, അനിയൻ. ഹസ്ബൻഡിന്റെ അമ്മാവ് അമ്മാന്ന് കൂപ്പിടും. ഹസ്ബൻഡിൻ്റെ അക്കനെ അമ്മ എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, അത്ത മാമ, അതായത് മാമിയാർ മാമനാർ, അത്ത മാമ എന്നൊക്കെ പറയും ഇവിടെ. പിന്നെന്താ പിന്നെന്താ ഹസ്ബൻഡിന് ചേട്ടനെ മാമാന്ന് വിളിക്കണം, ചേട്ടൻ്റെ ഭാര്യനെ അക്ക എന്ന് വിളിക്കണം, അങ്ങനെയൊക്കെ ഇവിടെ. അവിടെ ഭാര്യ வந்து കുട്ടി പാപ്പാവാ இருந்தா கூட அக்கா நான் கூப்பிடுவாங்க. അല്ല പേര് വിളിക്കാനുള്ളത്. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ. കേരളത്തിൽ എനിക്ക് ഇഷ്ടം, അതെനിക്ക് ഇഷ്ടമല്ല. ഞാനെന്താ വിളിക്കുക, പപ്പാന്ന് വിളിക്കുക. ആര് താത്തേനെ പപ്പാന്ന് പറയാ. താത്ത അന്തോണി താത്ത, താത്തേനെ പപ്പാന്ന് പറയാ. ഞാൻ മാമാന്നല്ല പറയാ. அது தாத்தா என்ன சொன்னாரு? പെരുമല്ല മാമാന്നാ പറയാ. പെരുമല്ല
பெரியம்மாவை மாமான்னு சொல்லுவீங்களா? பெரியம்மா தாத்தாவை ஓ மாமான்னு கூப்பிடுவோம். மாமான்னு പറയും. ഞാൻ പാപ്പാന്ന് പറയാം. അത്ര തന്നെ സിമ്പിൾ. நைஸ் நைஸ். கஜேஷ் அங்கிள் எனக்கு யாரு? அங்கிள் தானே? அங்கிள் தான். ஆ சித்தி இல்ல சித்தப்பா. மேமா சித்திக்கு இங்கிலீஷ்ல என்னது? உங்களுக்கே முறை தெரியல, நீங்க வந்து பேசக்கூடாது. நான் பாருட்ட சித்தி. நீங்க சொல்லாதீங்க, இருங்க நான் சொல்றேன். சித்திக்கு இங்கிலீஷ்ல என்னது? ஆன்ட்டி. அப்ப ஆன்ட்டியோட ஹஸ்பண்ட் யாரு? அங்கிள். அவ்வளவுதான். அது இங்கிலீஷ்ல வேற. அது நீ ஆன்ட்டி தான் விളിക്കുക சொல்லன? இல்ல ஆமா. அப்ப தாரா சேட்டன். சேச்சின்னு யார் எனக்கு சொல்லி கொடுத்தா? நீங்கள் சேச்சின்னு கூப்பிட முடியாது. நீங்கள் உங்கள் தங்கச்சியை ஏதோ ஒன்று கூப்பிட்டு சனிலான்னு கூப்பிட்டுருப்பீங்க. எங்களுக்கு எப்படி சேச்சின்னு சொல்லி கொடுத்தீங்க? சரி. இல்லை அவனுக்கு யாராவது சல்லா சேச்சி வந்து என்னை வந்து நான் இங்கும் பாட்டி இல்லை அதனால் என்னை வந்து ஆண்டின்னு கூப்பிடக்கூடாது, என்னை சேச்சின்னு தான் கூப்பிடணும்னு சொல்லி கொடுத்தாங்களா இல்லை எப்படி? இப்போ ആൻറ്റി എൻ്റെ ആൻറ്റി വന്നിട്ട് അജോലയ്ക്ക് വന്നിട്ട് അമ്മമ്മ. പക്ഷെ അജോല എന്താ പറയാ? ആൻറ്റി. ആൻറ്റിയുടെ മോളെ പിന്നെ എന്താ പറയാ? ആൻറ്റിയുടെ മോളെ പോയിട്ട് ആൻറ്റീന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പൊ ചേച്ചി അത്. അപ്പൊ ചേച്ചി ஆனா குழந்தைக்கு தெரியாதுல சேச்சின்னு. எங்களுக்கு யார் சொல்லி கொடுத்தா சேச்சிங்கிற வார்த்தை? പക്ഷെ ഒരു പ്രായം കുറവല്ലായിരുന്നു അവർക്ക്. വയസ്സോടെ പറയുന്നത് ശരിയാ ചേച്ചി. അങ്ങനെ ചേച്ചിയുടെ ഒരു മാതിരി ഏജ് കുറവുള്ള കാരണം അങ്ങനെ വിളിച്ചു. எங்களுக்கு சேச்சிங்கிற வார்த்தையே தெரியாது. யாரும் சொல்லி கொடுத்தாதான் தெரியும். அவனுக்கு தெரியுமா சேச்சிங்க இருக்கிறது? അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ചല്ല ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആയിപ്പോയി. ஃபைன் ஃபைன். அஜோரி என்ன சொன்னாலும் நான் சொல்லிடுவேன். அப்போ அஜோரி மேடம் என்னோட പറയും. இல்லை எனக்கு இந்த கான்செப்ட் புரியல. இருங்க நீங்கள் வந்து அப்பாவை பொண்ணுன்னு தானே கூப்பிட்றீங்க. ஆனால் நாங்கள் வந்து பப்பான்னு தான் ஆரம்பித்தோம். அது எப்படி? நாங்கள் ஏன் அப்பாவை பொண்ணுன்னு கூப்பிடல? എന്നെ പൊന്നു വിളിക്കുമ്പോൾ രണ്ടുപേരും പൊന്നാവില്ലേ? അത് പറ്റില്ല, ഞാൻ മാത്രമാണ് ഗോൾഡ്. ഓ ഫൈൻ ഫൈൻ ഫൈൻ. പപ്പയ്ക്ക് ഇതൊക്കെ കേട്ട് സഹിക്കണില്ല, കുറച്ച് കുശിബ. പക്ഷെ അത് പറയില്ല കേട്ടാ. ഫൈൻ ഫൈൻ. നൈസ് ലോജിക്. ഇപ്പോൾ സനില വന്നിട്ട് നിനക്ക് ചിത്തിയാവുമ്പോ ചിത്തപ്പാണ്, മനസ്സിലായോ? இப்போ சனு வந்துட்டு அங்கிளா சனலா சேச்சின்னு சொன்னா நான் வந்து அந்த அங்கிளை வந்து அண்ணான்னு சொல்லணும். சேட்டன் தான். சேச்சின்னு പറയുമ്പോൾ ചേട്ടൻ പറയണം, അണ്ണാന്ന് പറയണം. நான் வந்து சனலா சேச்சியை வந்து சேச்சி நான் கூப்பிடுறேன், அக்கான்னு வரும். அதெல்லாம் പറയാൻ പാടില്ല. நான் சனலா சேச்சியோட பேட்மிண்டன்லாம் விளையாடி இருக்கேன் தெரியுமா? ചേച്ചി എന്ന് പറയുമ്പോൾ അത് ചേട്ടൻ, അല്ലെങ്കിൽ നീ ചിത്തി എന്ന് പറയുകയാണെങ്കിൽ ചിത്തപ്പ. അല്ലെങ്കിൽ വന്നിട്ട് இப்போ வந்து choosing authority is for me. Meman. Pepen. Wow, I like it. Pepen എന്ന് പറഞ്ഞാൽ Pepen is like Pepen. ഷാജി പെപ്പൻ, മീന മേമ. ഓ എനിക്ക് പേപ്പനാത്. ஷாஜி தாத்தா இல்லை எனக்கு. അപ്പം അങ്ങനെ பேப்பா. I like பேப்பா. தாத்தா மாதிரி இருக்கு எனக்கு. What? അപ്പം പേപ്പൻ മേമ. പിന്നെ ഇപ്പോൾ അങ്കിള്, നീ അങ്കിളിന്ന് വിളിക്കുകയാണെങ്കിൽ അങ്കിളുടെ വൈഫ് എന്താ ആൻറ്റി. ஆனால் எனக்கு சல்லா சேச்சி அந்த அண்ணாவை வந்து எனக்கு அங்கிள்னு தான் சுலபமாக வருது. ஆனால் எனக்கு சல்லா சேச்சி வந்து சேச்சின்னு தான் வருது. அதனால நான் அவங்கள வந்து அங்கிள்னு கூப்பிட்டு இவங்களை அக்கான்னு கூப்பிட முடியாது. What is the time? The time is 10:46 mother. 10:46 ആയോ? Yeah. ഇത് രാവിലത്തെ ഭക്ഷണമാണേ, രാവിലത്തെ ടിഫിനായിരുന്നു. അപ്പോൾ ഇതിലും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. 2-3 ടൈപ്പ് സ്വീറ്റ്സും പിന്നെ കുറച്ച് ചട്നിയും വടകറിയും അങ്ങനെ സാമ്പാറും അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. Wow. It's sunny. ഇത് നമ്മുടെ ദിദ്വാ സൈക്കിൾ നടന്നില്ലേ ഉണ്ടായില്ലേ, ആ സമയത്ത് ഉള്ള കല്യാണമാണത്. അപ്പം അന്ന് ശനിയാഴ്ച രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ്, ശനിയാഴ്ച ഉച്ചരിഞ്ഞോട്ട്. പിന്നെ ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, ഈ സമയത്ത് മഴ തന്നെയാണ്. ഒരു 4-5 ദിവസം അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പം ഞാൻ ഡ്രസ്സ് മാറ്റാം, സാരി മാറ്റണം, ചുരിദാർ ഇടണം, പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് മുകളിലെ റൂമിലോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് അജോറി പൂളിൻ്റെ ഏരിയയിലായിരുന്നു, അവിടെ വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. അപ്പം അജോറി പറഞ്ഞത് ശനിയാഴ്ച പറഞ്ഞത് ഞായറാഴ്ച രാവിലെ നേരത്തെ എന്നിട്ട് അവന് സ്വിമ്മിംഗ് പൂളിൽ ചാടണം, നീന്തണം എന്നൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ ഞായറാഴ്ച രാവിലെ എണീക്കാൻ തന്നെ വൈകി. അതിന് ഭയങ്കര മടിയായി രാവിലെ എണീക്കാനായിട്ട്. അപ്പം രാവിലെ മാരേജ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. പിന്നെ പറയാമല്ലോ, എപ്പോൾ വേണേൽ ഇപ്പോൾ പറയാം, കുഴപ്പമില്ല.
മാരേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ആടയാറ് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ അപ്പം ഞങ്ങൾ രാവിലെ മാരേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ അപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ല. രാവിലെ എൻ്റെ റെഡിയായി. പിന്നെ രാവിലെ എനിക്ക് റെഡിയായി. പിന്നെ മാരേജൊക്കെ അറ്റൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി, സാരിയൊക്കെ മാറ്റി. എന്താണെന്ന് വെച്ചാൽ സാരി എടുത്ത് പിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, മാതാവിൻ്റെ പള്ളിയിലേക്ക്, വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ല. അവിടെ എത്തിയെന്ന് അതുപോലെ പറഞ്ഞു. ഞാൻ അത് ഉറപ്പിച്ചു. അപ്പം അങ്ങനെ പിന്നെ ആ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നു പോയി, സത്യം പറഞ്ഞ. ആ സമയത്ത് കല്യാണത്തിൻ്റെ ആ സമയത്ത് നടക്കുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളിപ്പം പള്ളിയിലെത്തി. അജോളയ്ക്ക് നാളെ സയൻസ് എക്സാം ആണ്. പിന്നെ അജോളയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. കാരണം അജോളയ്ക്ക് സംസാരിക്കാൻ മൂടില്ല ഗൈസ്. കുഴപ്പമില്ല അജോല. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. പപ്പ കാറ് പാർക്ക് ചെയ്യാൻ പോയിക്കാണ്. അപ്പം അജോലി വരുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിലോട്ട് പോവാണ്. പള്ളിയിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കുർബാന കാണാൻ പോവാണ്. ഞങ്ങൾ നട്ടുച്ചയ്ക്ക് ഞങ്ങളവിടെ നിൽക്കണം. നട്ടാപ്പുറ വെയിലത്ത് നിൽക്കുകയാണ് ഞങ്ങൾ. വെയിൽ എപ്പോഴാണ് വെയിൽ? ഇതുവരെയ്ക്കും മഴയൊക്കെ ആയിരുന്നു, മഴയും കാറ്റൊക്കെ ആയിരുന്നു ഇവിടെ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തി ഗൈസ്. ഞങ്ങളങ്ങനെ പള്ളിയിൽ കുർബാനയൊക്കെ കണ്ടു. പക്ഷെ പള്ളിയിൽ ഭയങ്കര കാറ്റായിരുന്നേ. അങ്ങനെ ഉറക്കം വരുമായിരുന്നു. ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ജല്ലരടുത്ത് ജല്ലകളുടെ ഉള്ളിൽ കൂടെ കാറ്റടിക്കല്ലോ. അതും പിന്നെ ഫാനിൻ്റെ കാറ്റ്. അപ്പോൾ പിന്നെ പറയാൻ വേണ്ട. പക്ഷെ മഴയില്ല കേട്ടോ ഇവിടെ. രാവിലെയൊക്കെ ആയിരുന്നു ഭയങ്കര മഴ. പിന്നെ അത് കഴിഞ്ഞു. കുർബാന കണ്ടു. ഉച്ചയായിട്ടുള്ളൂ. 1 മണി ഉണ്ടാവും, 1:30 ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. 1:30 തോന്നുന്നുണ്ട്. അങ്ങനെ കുർബാന കഴിഞ്ഞു. കാറ്റ് കാരണം ഉറക്കം വന്നിട്ടേ ഇപ്പോഴും ഉറക്കം വരിക. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാം. നാളെ ജോലിക്ക് സയൻസ് എക്സാം ഉണ്ട്. കാരണം പഠിക്കണോ. കാരണം പിന്നെ എവിടെയും പോകാനായിട്ട് സമയമില്ല. ഞങ്ങൾ വീട്ടിൽ പോകാൻ. അങ്ങനെ എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞു. ആ ഒരു സന്തോഷ വാർത്ത കണ്ട. ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് പോയതാണ് ജോലിയോട്. കാറെടുത്തിട്ട് വരാം, പപ്പ കാറെടുത്തിട്ട് വരാം, ഇവിടെ നിൽക്കാൻ പറഞ്ഞതാ. ഞാനീ സംസാരിക്കുന്നതിനിടയിൽ അവർ രണ്ടുപേരും ഇവിടെ നിന്ന് പോയി, കാറിൻ്റെ അവിടേക്ക് പോയി. ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടേക്ക് പോകും. പിന്നെ തിങ്കളാഴ്ച സയൻസ് എക്സാമാണ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരു ടെൻഷനിലായിരുന്നു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ സൈക്ലോൺ കാരണം 4 ദിവസം സ്കൂളിൽ ലീവ് കിട്ടു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എന്നിട്ട് അജോല പക്ഷേ വീട്ടിലൊക്കെ ഇരുന്ന് പഠിച്ചു. പിന്നെ അജോലയ്ക്ക് പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാഴ്ചയോളം ലീവായിരുന്നു.